എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല. ഇത് 5ാമത്തെ ഭാഗമാണ് ഈ ഫോർമുലയുടെ. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ പറ്റിയാണ്. പാസ്റ്റ് ടെൻസിൻ്റെ ആദ്യ രൂപമായ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ വളരെ ഈസിയാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്തിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ വളരെയധികം ഈസിയായി മനസ്സിലാവുന്നതാണ്. ഇവിടെ നമ്മൾ യൂസ് ഓഫ് ഡിഡ് ആൻഡ് ഡിഡിൻറ്റ്, ഡിഡ് നോട്ട് എന്നുള്ള ഡിഡിൻറ്റ്, അതാണ് സംസാരിക്കുന്നത്. വെർബ് എടുത്തിരിക്കുന്നത് ഗോ ആണ്. നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു, ഒരു വെർബിന് 3 ഫോംസ് ഉണ്ട്. V1, V2, V3. ഗോ എടുക്കുമ്പോൾ അതിന് V1 ഗോ ആണ്, V2 വെൻറ്റ് ആണ്, V3 ഗോൺ ആണ്. അതായത് പ്രസൻറ്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും. അപ്പോൾ ഇതൊരു പാസ്റ്റാണ്. പാസ്റ്റിൽ നമുക്ക് ഗോയുടെ V2 ഫോമാണ് വരുന്നത്, വെൻറ്റ്. ആ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം. ഐ വെൻറ്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയി. ആ ഐയുടെയും വെൻറ്റിൻ്റെയും ഉള്ളിൽ ഒരു ഡിഡ് ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം പാസ്റ്റ് ടെൻസിൽ ഡിഡ് ഉപയോഗിക്കുന്നു പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഡിഡിൻ്റെ അവിടെ പറയേണ്ട ആവശ്യമില്ല, ഞാനവിടെ ഒന്ന് എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. ഐ വെൻറ്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയി. ഹി വെൻറ്റ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോയി. ഷീ വെൻറ്റ് ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയി. നോക്കിവിടെ, ഇവിടെ വെൻറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അത് പ്രസൻറ്റ് ടെൻസിലായിരുന്നെങ്കിൽ ഷീ ഗോസ് ടു സ്കൂൾ എന്ന് വരുമായിരുന്നു, എസ് ഒക്കെ ചേർക്കണമായിരുന്നു. ഇവിടെ അങ്ങനെ എസ്, അതുപോലെ അവിടെ ഡൂവും ഡസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് ഡിഡ് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. ആരാധ്യ വെൻറ്റ് ടു സ്കൂൾ, ആരാധ്യ സ്കൂളിൽ പോയി. ജോൺ വെൻറ്റ് ടു സ്കൂൾ, ജോൺ സ്കൂളിൽ പോയി. ദേ വെൻറ്റ് ടു സ്കൂൾ, അവർ സ്കൂളിൽ പോയി. വി വെൻറ്റ് ടു സ്കൂൾ, നമ്മൾ സ്കൂളിൽ പോയി. ഇവിടെയൊക്കെ വരുന്നത് ജസ്റ്റ് വെൻറ്റ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ എത്രയും ഈസിയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, അതിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഡിഡ് യു ഗോ ടു സ്കൂൾ, നീ സ്കൂളിൽ പോയോ? ഡിഡ് യു ഗോ ടു സ്കൂൾ, നീ സ്കൂളിൽ പോയോ? ഡിഡ് ഷീ ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയോ? ഡിഡ് ഹി ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോയോ? ഡിഡ് ആരാധ്യ ഗോ ടു സ്കൂൾ, ആരാധ്യ സ്കൂളിൽ പോയോ? ഡിഡ് ജോൺ ഗോ ടു സ്കൂൾ, ജോൺ സ്കൂളിൽ പോയോ? ഡിഡ് ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിൽ പോയോ? എവിടെയാണെങ്കിലും ജസ്റ്റ് ഡിഡ് എന്ന് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ ഈസിയാണ്. ഇനി അതിൽ നിന്ന് ചോദ്യരൂപങ്ങൾ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നെഗറ്റീവ്സ് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം. ഐ ഡിൻറ്റ് ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയില്ല. ഷീ ഡിൻറ്റ് ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയില്ല. കുഷി ഡിൻറ്റ് ഗോ ടു സ്കൂൾ, കുഷി സ്കൂളിൽ പോയില്ല. മനീഷ് ഡിൻറ്റ് ഗോ ടു സ്കൂൾ, മനീഷ് സ്കൂളിൽ പോയില്ല. ദേ ഡിൻറ്റ് ഗോ ടു സ്കൂൾ, അവർ സ്കൂളിൽ പോയില്ല. വി ഡിൻറ്റ് ഗോ ടു സ്കൂൾ, നമ്മൾ സ്കൂളിൽ പോയില്ല. മനസ്സിലായില്ലേ? ഇത് പാസ്റ്റ് രൂപം അത്രയും ഈസിയാണ്. ഇനി നോക്കൂ, കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഐ ഡിൻറ്റ് വെൻറ്റ് ടു സ്കൂൾ എന്ന് പറയും. ഐ ഡിൻറ്റ് വെൻറ്റ് ടു സ്കൂൾ, അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മൾ ഡിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് വെർബിൻ്റെ ആദ്യ രൂപമായിരിക്കും. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി, ഒന്നുകൂടി പറയാം. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെൻറ്റ് ആണ് ഉപയോഗിക്കുന്നത്.
പക്ഷേ അത് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുമ്പോൾ വെർബിൻ്റെ ആദ്യ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഐ ഡിൻറ്റ് ഗോ ടു സ്കൂൾ എന്ന് പറയുന്നു, ഷീ ഡിൻറ്റ് ഗോ ടു സ്കൂൾ എന്ന് പറയുന്നു. അതാണ് കറക്റ്റായിട്ടുള്ള യൂസേജ്. ഐ ഡിൻറ്റ് വെൻ ടു സ്കൂൾ എന്ന് പറയരുത്, അത് റോങ് ആണ്, തെറ്റാണ്. ഈ അടുത്തിടെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡിൻറ്റ് ഗോ എന്ന് ഐ ഡിൻറ്റ് വെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഐ ഡിൻറ്റ് വെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണ്. ഇത് മാത്രം മനസ്സിലാക്കുക, എല്ലാവരും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കാണ്. ഐ ഡിൻറ്റ് വെൻറ്റ് കറക്റ്റ് അല്ല, ഐ ഡിൻറ്റ് ഗോ എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഐ ഡിൻറ്റ് ഗോ എന്നാണ് പറയേണ്ടത്. ഐ ഡിൻറ്റ് പറഞ്ഞ ശേഷം വെർബിൻ്റെ ആദ്യ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിവിടെ ഡിൻറ്റ് യു ഗോ ടു സ്കൂൾ, ഡിൻറ്റ് യു വെൻ ടു സ്കൂൾ എന്ന് പറയരുത്. ഡിൻറ്റ് യു ഗോ ടു സ്കൂൾ, നീ സ്കൂളിൽ പോയില്ലേ. ഡിൻറ്റ് ഷീ ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയില്ലേ. ഡിൻറ്റ് ഹീ ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയില്ലേ. ഡിൻറ്റ് അഭിലാഷ് ഗോ ടു കോളേജ്, അഭിലാഷ് കോളേജിൽ പോയില്ലേ. ഡിൻറ്റ് ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിൽ പോയില്ലേ. അപ്പോൾ ചോദ്യരൂപങ്ങൾ എങ്ങനെയാണെന്ന് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? അടുത്തതായി ഇവിടെ നോക്കൂ. ഐ ഡിഡ് ഗോ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ. ഐ ഡിഡ് ഗോ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ. അതിന് എഴുതിയിരിക്കുന്നത് നോക്കൂ, ഞാൻ ഇന്നലെ സംഗീത ക്ലാസ്സിൽ പോയി. അപ്പോൾ ഡബിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സംഗീത ക്ലാസ്സിൽ പോയി ഉറപ്പിച്ച് പറയുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ജോസഫിൻ്റെ അപ്പൻ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മകന് സംഗീത ക്ലാസ്സിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മകനെ സംഗീത ക്ലാസ്സിൽ ചേർക്കുന്നു. ഒരു ദിവസം അപ്പൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം മകനെ വിളിക്കുന്നു. ജോസഫ് കം ഹിയർ അപ്പോൾ വിളിക്കുന്നു. ജോസഫ് വന്നു. ജോസഫോട് ചോദിക്കുന്നു, ഡിൻറ്റ് യു ഗോ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ? യെസ് പപ്പ, ഐ വെൻ ടു മ്യൂസിക് ക്ലാസ്. ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ പോയി ഇന്നലെ. നോ, യു ഡിൻറ്റ് ഗോ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ. നീ ഇന്നലെ മ്യൂസിക് ക്ലാസ്സിൽ പോയില്ല. നോ പപ്പ, ഐ വെൻ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ പറഞ്ഞു. നോ 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 നോ, യു ആർ ടെല്ലിങ് ലൈസ്. വീണ്ടും ജോസഫ് പറഞ്ഞു, ഇല്ല പപ്പ, ഐ വെൻ ടു മ്യൂസിക് ക്ലാസ്. നോ, മൈ ഫ്രണ്ട് ടോൾഡ്, ഇന്നലെ നിന്നെ തിയേറ്ററിൻ്റെ അടുത്ത് കണ്ടതായി പറഞ്ഞല്ലോ. പ്രഭാ തിയേറ്ററിൻ്റെ അടുത്ത് കണ്ടതായി പറഞ്ഞല്ലോ. ഇല്ല പപ്പ, വെറുതെ പറയുന്നതാ, ഞാൻ പോയിരുന്നു, ഞാൻ ഇന്നലെ മ്യൂസിക് ക്ലാസ്സിൽ പോയിരുന്നു എന്ന് പറയും. അപ്പോൾ വീണ്ടും നോ നോ നോ, വീണ്ടും നീ കളവ് അറിയുകയാണെന്ന് പറയും. അപ്പോൾ ജോസഫിന് ദേഷ്യം വരും, ചെറുതായിട്ട് ദേഷ്യം വരും. എന്നിട്ട് ജോസഫ് പറയും, ഇല്ല പപ്പ, അങ്ങനെ പപ്പയ്ക്ക് അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ നോ, ഐ ഡിഡ് ഗോ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ, ഐ ഡിഡ് ഗോ ടു മ്യൂസിക് ക്ലാസ് യെസ്റ്റർഡേ എന്ന് പറയും. അതായത് ഞാൻ പോയിരുന്നു എന്ന് പറയും. ആ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ, ആ പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഡിഡ് ഗോ ടു പറയുന്നത്. ഐ ഡിഡ് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? നമ്മളൊരു ഉറപ്പിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി കോമൺ ആയിട്ട് പറയുന്ന ഒരു വേർഡ് നോക്കൂ. നമ്മൾ വരാറുള്ളത്, പോകാറുള്ളത് എന്നൊക്കെ പറയുമല്ലോ, അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോകാറുള്ളത്. ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോകാറുള്ളത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്.
അത് സിമ്പിളായിട്ട് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ. ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്, അതുതന്നെയാണ് ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോകാറുള്ളതെന്ന് പറയുന്നത്. അതുപോലെ നോക്കൂ, ഷീ കംസ് ബൈ ബസ്. അവൾ ബസ്സിലാണ് വരാറുള്ളത്. അവൾ ബസ്സിലാണ് വരുന്നത്, അവൾ ബസ്സിലാണ് വരാറുള്ളത് എന്നൊക്കെ പറയാൻ എന്താണ്? ഷീ കംസ് ബൈ ബസ്. ഷീ കംസ് ബൈ ബസ്. ദേ ഗോ ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവർ ട്രെയിനിലാണ് പോകാറുള്ളത്. ദേ ഗോ ബൈ ട്രെയിൻ. ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ക്ലിയറായിട്ട് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ വിവരണവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.